ഇന്നത്തേതൊരു കൊഞ്ച് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ കടയിൽ പോയി 1/2 കിലോ കൊഞ്ച് മേടിച്ചു. അത് ക്ലീൻ ചെയ്ത് അതിലേക്ക് കുറച്ച് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അങ്ങോട്ട് ചൂടാക്കിയിട്ട് ഈ കൊഞ്ചങ്ങ് ഫ്രൈ ചെയ്യാനിട്ടു. അപ്പോൾ കൊഞ്ച് ഷാലോ ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ അതിവിദഗ്ധരായ പാചകക്കാർ പറഞ്ഞിരിക്കുന്നത് കൊഞ്ച് വേവാൻ 3 മിനിറ്റ് മതി എന്നാണ്. അപ്പോൾ ഞാൻ ആ 3 മിനിറ്റ് കൊണ്ട് ജസ്റ്റ് കൊഞ്ച് വേവിച്ചെടുത്തു. പിന്നെ വേറൊരു പാൻ അടുപ്പയിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചിട്ട് 1 ടീസ്പൂൺ ഇഞ്ചി കൊത്തിയരിഞ്ഞത്, 1 ടീസ്പൂൺ വെളുത്തുള്ളി കൊത്തിയരിഞ്ഞത് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് മൂപ്പിച്ചു. മൂത്ത് കഴിഞ്ഞപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തു. അതും ഒന്ന് മൂത്ത് കഴിഞ്ഞപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും 1 ടീസ്പൂണ് ഉലുവ പൊടിച്ചതും 1/4 ടീസ്പൂൺ കായം പൊടിച്ചതും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുത്തു. എന്നിട്ട് അതും മൂത്ത് കഴിഞ്ഞപ്പോൾ അതിലേക്ക് കുറച്ച് 1/2 കപ്പ് വിനാഗിരി ചേർത്ത് കൊടുത്തു. എന്നിട്ട് അത് തിളച്ച് കഴിഞ്ഞപ്പോൾ അതിനകത്തോട്ട് കുറച്ച് ഉപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുത്തു. ഈ ഉപ്പും എല്ലാം കൂടി ചേർത്ത് അതങ്ങ് മിക്സ് ചെയ്ത് വന്നപ്പോൾ അതിലേക്ക് കൊഞ്ചങ്ങോട്ട് ചേർത്തു. കൊഞ്ചും ചേർത്ത് കഴിഞ്ഞപ്പോൾ അതിനകത്തേക്ക് വേറെ എന്തോ ഒരു സംഭവം മിക്സിങ്. അപ്പോൾ നോക്കിയപ്പോഴാണ് നമ്മുടെ കടുക് വറുത്ത് പൊടിച്ചത് അങ്ങോട്ട് ചേർത്തു. കുറച്ച് ശർക്കരയും കൂടി അങ്ങോട്ട് ചേർത്തു. 1/4 ടീസ്പൂൺ ശർക്കരയും എല്ലാം കൂടി ചേർത്ത് വന്നപ്പോൾ ഉണ്ട് കൊഞ്ച് അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വായിൽ വെള്ളമൊക്കെ വന്നു തുടങ്ങി ചെറുതായിട്ട്. ഇനി ചോറിൻ്റെ കൂടെ ഇത് അങ്ങോട്ട് കഴിച്ചാൽ മതി. അത്രയ്ക്ക് ടേസ്റ്റാണ്.